പേ ആൻഡ് പാർക്കിങ്ങിനായി കോഴിക്കോട് കോർപ്പറേഷൻ വിട്ടു നൽകിയ ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ വാദപ്രതിവാദങ്ങളിലേക്ക്. ഭൂമി തങ്ങൾ വാങ്ങിയതാണെന്ന വാദവുമായി വ്യാപാരി ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് രംഗത്ത്. അതേസമയം കേസ് നിലനിൽക്കുന്ന സ്ഥലത്ത് പേ പാർക്കിംഗ് നടത്താൻ അനുവദിക്കരുതെന്നാണ് കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി തൊഴിലാളി കൂട്ടായ്മയുടെ ആവശ്യം. സ്ഥലവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസുണ്ട്. കോടതി ഉത്തരവ് വരുന്നതുവരെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് വ്യവസ്ഥയുള്ള സ്ഥലത്താണ് കോർപ്പറേഷൻ പേ ആൻഡ് പാർക്കിങ്ങിന് അനുമതി കൊടുത്തിരിക്കുന്നതെന്ന് കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി തൊഴിലാളി കൂട്ടായ്മ പറയുന്നു. നിയമത്തെ വെല്ലുവിളിച്ചാണ് സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ചതെന്നും പാർക്കിങ്ങും വൈദ്യുതി കണക്ഷനും നേടിയെടുത്തതെന്നും സംഘടന ആരോപിക്കുന്നു. 15 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു തൊഴിലാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. കാരണം ആ ഭൂമി സർക്കാരിൻ്റെ ഭൂമി അത് കിട്ടിയാൽ മാത്രമേ നിയമം നടപ്പിലാക്കൂ എന്ന് സർക്കാർ പറയുമ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എവിടെ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് അത് അനധികൃത പാർക്കിംഗ് ആണെന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. അതിന് ഭാഗമായിട്ട് ഞങ്ങൾ VKC നേരിട്ട് പോയി ഞങ്ങൾ കണ്ട്. കാരണം നിങ്ങൾ ആ കേസ് കൊടുത്തതുകൊണ്ടാണ് സർക്കാർ അത് നടപ്പിലാക്കാതെ ഞങ്ങളെ പരിപാടിയിൽ നിർത്തുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ആ കേസ് പിൻവലിക്കുകയാണെങ്കിൽ സർക്കാർ അത് ഏറ്റെടുക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞപ്പം അതിനൊന്നും തയ്യാറില്ല അവർ. എന്നാൽ വിവാദം അനാവശ്യമാണെന്നാണ് സ്ഥലത്തിന്റെ ഉടമകളെന്ന് അവകാശപ്പെടുന്ന വ്യാപാരി ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വാദം. കോമൺവെൽത്ത് ട്രസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് തുക അടയ്ക്കാത്തതിൽ വീഴ്ച വരുത്തിയതിനാൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ ട്രസ്റ്റിന്റെ കീഴിലെ 45 സെന്റ് സ്ഥലം വിൽപ്പന നടത്തി കുടിശ്ശിക തീർക്കുകയായിരുന്നു. വിൽപ്പന നടത്തിയ 45 സെന്റിൽ നിന്നാണ് 2014 തങ്ങൾ 26 സെന്റ് സ്ഥലം വാങ്ങിയതെന്നും വ്യാപാരി ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് ഭാരവാഹികൾ പറയുന്നു. ഗവൺമെന്റ് തീരുമാനിച്ച ഏറ്റെടുക്കൽ നടപടിയിൽപ്പെട്ട ഭൂമിയല്ല ഇത്. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തത് ഈ സർവേ നമ്പർ ഭൂമി അതിലില്ല. ഇപ്പോഴേ 2 പേരിലാണ്. അതായത് പിന്നെ 45 സെന്റിൽ 26 സെന്റ് പിന്നെ ഈ ട്രേഡ് സെന്ററിന്റെ പേരിലാണ്. യഥാർത്ഥ പ്രോജക്റ്റ് ഞങ്ങളിവിടെ ഒരു 7 നില കെട്ടിടമായിരുന്നു. അപ്പോൾ അത് റെയിൽവേക്കാർ പറഞ്ഞ് 2 നില ഒഴിവാക്കാൻ പറ്റുക 5 നില കെട്ടിടത്തിനാണ് ഇപ്പോൾ പെർമിഷൻ രണ്ടാമത് വാങ്ങിച്ചത്. അതിപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി ഉണ്ട്, വേണമെങ്കിൽ ചെയ്യുക. പക്ഷേ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നുള്ളത് ഞങ്ങളെ കൂടെയുള്ള ആളുകൾക്ക്, നമ്മൾ മാത്രമല്ല 50 ആളുകളില്ലേ. കേസ് നിലനിൽക്കുന്ന ഭൂമിയിൽ നിർമ്മാണം നടത്തുന്നത് കോടതി അലക്ഷ്യമാണെന്നും വ്യാപാരി ട്രേഡ് സെന്റർ നിയമവിരുദ്ധമായാണ് ഭൂമി കൈവശപ്പെടുത്തിയതെന്നും ആരോപിച്ച് പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി തൊഴിലാളി കൂട്ടായ്മ. ജനം, കോഴിക്കോട്.